അതുപോലെ ഇവരുടെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും जापान से लेके रशिया, ऑस्ट्रेलिया से लेके अमेरिका। നിങ്ങളെപ്പോലുള്ള കുറേ പേരുടെയൊക്കെ നല്ല സഹകരണം കൊണ്ടുണ്ട്. നമുക്ക് വെച്ചാൽ ഒരു പബ്ലിക് ഡൊണേഷൻ മാത്രമാണല്ലോ ഉള്ളൂ. നമസ്കാരം. ടാക്സിക്കാരൻ മോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ മാസവും 5-ാം തീയതി ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു ചാനലാണ് നമ്മുടെ. കാരണം മലയിൽ ചങ്ങാതി എന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു വലിയ ചാരിറ്റിയാണ് എല്ലാ മാസവും ഞാൻ കവർ ചെയ്യുന്നത്. ഈ മാസം അതുപോലെ തന്നെ കുറച്ച് പുതിയ ആളുകളോട് കൂടി ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറേ കൂടെ ആളുകൾ ഇതിനകത്ത് കൂടി ഈ ഒരു സ്നേഹതീരത്തിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഇതിനകത്ത് സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ ഒരു സംരംഭമാണ്. നമുക്ക് ഇന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞ മാസത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായി തന്നെ ഇപ്രാവശ്യം കുറേ ആളുകൾ കൂടി ഫണ്ടുകൾ വരികയും അതോടൊപ്പം തന്നെ ഈ ഒരു ഭക്ഷണം കൊടുക്കുന്ന കാര്യം. കാരണം ഒരുപാട് പേര് ഇപ്പം ഗാസയിൽ തന്നെ ആയാലും ഇസ്രായേൽ തന്നെ ആയാലും നിരവധി ആളുകൾ ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജീവനോടിരിക്കുന്ന ആളുകളെ നമ്മൾ പരിപാലിക്കുന്നത് വളരെ അപൂർവം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരു വലിയ സംഘമാണ് കൊല്ലം അഞ്ചൽ തടിക്കാട് പ്രദേശത്തുള്ള കുറേ ചെറുപ്പക്കാർ. മലയിൽ ചങ്ങാതിസ് എന്ന പേര് അവരിന്ന് വളരെ കൃത്യമായി തന്നെ എല്ലാ മാസവും 5-ാം തീയതി അവർ ഈ സ്നേഹതീരം എന്ന ഒരു ആശ്രമത്തിലേക്ക്, ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരുപാട് അന്തേവാസികൾ, വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട മാതാപിതാക്കളും അമ്മമാരും സഹോദരങ്ങളും ഒക്കെ ഒരുപാട് പേരെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് സ്നേഹതീരം എന്ന് പറഞ്ഞാൽ. അത് ഒരു ഫണ്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അവർ ആരോരുമില്ലാതെ റോഡിൽ കിടക്കുന്നവരും അതുപോലെ തന്നെ ഗവൺമെന്റിന് കിട്ടുന്ന തുച്ഛമായ അരിയും അതുപോലുള്ള സാധനങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലുള്ള നല്ല മനസ്സുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് അവർ ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം മാത്രമേ കൊടുക്കുന്നുവെങ്കിൽ 30 ദിവസം ബാക്കി കിടക്കുകയാണ്. അത്രയും ദിവസം ഇവർ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം നമുക്ക് പറയുന്നുണ്ട്. ഇവിടുത്തെ സിസ്റ്റർമാർ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലൂടെ കാണാം. കൊണ്ടുപോകണം. മലയിൽ ചങ്ങാതി സഹപ്രവർത്തകരെ എല്ലാവരെയും ഞങ്ങൾ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. കാരുണ്യവാനായ നല്ല ദൈവമേ, ഇന്നേ ദിനം ആദ്യമായിട്ട് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നവരെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒപ്പം ഇതിനു മുമ്പായിട്ട് കടന്നു വന്നവരെയും ഇനിയും കടന്നു വരുവാനിരിക്കുന്നവരെയും ഞങ്ങൾ ഈ സമയം നല്ലവനായതിന്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തടിക്കാട് നിന്നും ഈ സഹപ്രവർത്തകർ അവരുടെ നല്ല മനസ്സുകൊണ്ട് ഞങ്ങളുടെ ഈ സ്നേഹതീരം ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളോട് ഒന്നായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഈ ആത്മാർത്ഥതയിൽ അവരെ പങ്കുചേരുമ്പോൾ അവരുടെ ആ സ്നേഹവും കരുതലും ഈശോ ഞങ്ങളോട് കാണിക്കുമ്പോൾ നല്ല ദൈവമേ, 100 ഇരട്ടിയായിട്ട് അവിടുന്ന് പ്രതിഫലം കൊടുക്കണമേ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കായും ആൾ കൂടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. കാര്യം ഓരോ ആവശ്യം പറഞ്ഞ് നമ്മൾ സമീപിക്കുമ്പോഴും അവരെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ഇടപെടുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. എങ്ങനെയാ? അതെ അതെ അതെ. അപ്പം ഇവിടെ നമ്മൾ സംസാരിച്ചനുസരിച്ച് സിസ്റ്റർ പറഞ്ഞത് പിന്നെ വെജിറ്റബിളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ലാതെ ബിരിയാണി എന്ന രീതിക്ക് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി തൊട്ട് കുറേ പേർക്ക് അവർ ജോലി കാര്യങ്ങളായിട്ട് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇന്ന് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് എല്ലാം ഇഷ്ടം പോലെ കിട്ടുന്നു. ദൈവാധീനം കൊണ്ടെല്ലാം കിട്ടുന്നുണ്ട്. മാറ്റമായി പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് പേര് പങ്കെടുത്തു. സിസ്റ്ററെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു.
ഇപ്രാവശ്യം കുറേ കൂടെ ആൾക്കാർ ഫണ്ട് തയ്യാറും കുറേ കൂടെ നല്ല ഈ പരിപാടി ഡെവലപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർക്ക് എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച്? നല്ല കാര്യം. ഞങ്ങളുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. കൂടുതൽ നിങ്ങളിങ്ങനെ നന്മകളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ പേര് ഇതിനകത്തേക്ക് നിങ്ങൾ ചേർക്കാനും അതുപോലെ ഇത് കണ്ട് നിങ്ങളുടെ ഈ നന്മ പ്രവർത്തികൾ കണ്ട് ഇനി അനേകർ ഇതിനകത്ത് കൂടെ അപ്പോൾ കൂടുതൽ നന്മകൾ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ആളുടെ കരബലം കൊണ്ടും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് വ്യാപിപ്പിക്കാനായിട്ട് പറ്റുമല്ലോ. നല്ലൊരു സംരംഭം ഇപ്പം അനേകർക്ക് താങ്ങും തണലുമായിട്ട് നിങ്ങൾക്ക് വർത്തിക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതലും ഇനിയും ഇതിനകത്തേക്ക് ആളുകൾ എത്തിച്ചേരും. നമ്മൾ യഥാർത്ഥത്തിൽ ഈ മലയിൽ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ മാസത്തിൽ. ബാക്കി ഇത്ര ദിവസം എങ്ങനെ പോകുന്നു സിസ്റ്റർ കാര്യങ്ങൾ? നമ്മുടെ ഇവിടെ ബാക്കി 31 ദിവസം ഒരു ദിവസം നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി നിങ്ങളെപ്പോലുള്ള കുറേ പേരുടെയൊക്കെ നല്ല സഹകരണം കൊണ്ടുണ്ട്. നമുക്കെന്ന് വെച്ചാൽ ഒരു പബ്ലിക് ഡൊണേഷൻ മാത്രമാണല്ലോ ഉള്ളൂ. അപ്പോൾ കുറേ പേരുടെയൊക്കെ സഹകരണം കൊണ്ട് ഇപ്പോൾ ഈ കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞതിൽ പിന്നെ കുറച്ച് പേര് ഇങ്ങനെ പൊതിച്ചോറ് അല്ലെങ്കിൽ ഇതുപോലെ ഒക്കെ നല്ല പേരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകും. അന്നത്തിന് വേണ്ടി നമുക്ക് പിന്നെ പെർമിറ്റായിട്ട് റേഷനരിയൊക്കെ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് പിന്നെ ഇതുപോലെ ഓരോരുത്തർ ചരമവാർഷികം ബർത്ത്ഡേ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്തുകൊണ്ട് ഒത്തിരി പേര് ഇതിനകത്തേക്ക് വരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പോട്ടെ.